പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ എസ് ധോണി ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നതാണ്. ഇത്തവണ നായകനല്ലാതെ ഇറങ്ങിയ ധോണി ഫിനിഷർ റോളിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു. മുംബൈക്കെതിരെ ധോണി കാഴ്ചവെച്ച വെടിക്കെട്ടിന് പിന്നാലെ ലക്നൌവിനെതിരെയും മഹിയുടെ മായാജാലം കണ്ടിരിക്കുന്നു. 9 പന്തിൽ 28 റൺസോടെ ധോണി പുറത്താവാതെ നിന്നു. 3 4ഉം 2 6ഉം പറത്തിയ ധോണി 311.11 സ്ട്രൈക്ക് റേറ്റിലാണ് കത്തിക്കയറിയത്. ധോണിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആരാധകർ ആഘോഷമാക്കവേ KL രാഹുലിനെതിരെ വിമർശനം ഉയരുകയാണ്. ലക്നൌവിനെതിരെ ധോണിയെ രാഹുൽ സഹായിച്ചുവെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. 20ാം ഓവർ യഷ് താക്കൂറിന് നൽകിയ തീരുമാനത്തെയാണ് ആരാധകർ ചോദ്യം ചെയ്യുന്നത്. എസ് ധോണി ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ്. കൂടാതെ വലിയ അനുഭവ സമ്പത്തുള്ള താരവുമാണ്. 19ാം ഓവറിൽ തന്നെ വലിയ ഷോട്ട് കളിച്ച് മുന്നറിയിപ്പ് നൽകിയ ധോണിക്കെതിരെ പന്തെറിയാൻ 20ാം ഓവറിൽ യഷ് താക്കൂറിനെയാണ് രാഹുൽ നിയോഗിച്ചത്. യുവതാരമായ യഷ് താക്കൂർ ധോണിയെപ്പോലൊരു സൂപ്പർ താരത്തെ പിടിച്ചുകെട്ടാൻ കഴിവുള്ള ബോളറേയല്ല. എന്നിട്ടും ധോണിക്കെതിരെ രാഹുൽ യഷിനെ ഉപയോഗിച്ചത് മുൻ നായകനെ സഹായിക്കാനാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സീസണിൽ 5 വിക്കറ്റ് പ്രകടനമടക്കം നടത്താൻ മീഡിയം പേസറായ യഷ് താക്കൂറിന് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ധോണിക്കെതിരെ അനുഭവ സമ്പത്തില്ലാതെ മീഡിയം പേസറെ ഉപയോഗിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. രാഹുൽ ഈ മണ്ടത്തരം കാട്ടിയപ്പോൾ ധോണി അത് കൃത്യമായി മുതലാക്കുകയും ചെയ്തു. 19 റൺസാണ് അവസാന ഓവറിൽ പിറന്നത്. വിദേശ പേസറായ മാറ്റ് ഹെൻറിയുടെ 1 ഓവർ ബാക്കിയുണ്ടായിരുന്നു. 3 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്ത് ഭേദപ്പെട്ട ബൗളിംഗ് പ്രകടനമാണ് ഹെൻറി നടത്തിയത്. എന്നാൽ 20ാം ഓവറിൽ ഹെൻറിയെ രാഹുൽ വിശ്വസിച്ചില്ല. മാർക്കസ് ധോണി സ്ലോ കട്ടറുകൾ എറിയാനും പന്തിന്റെ വേഗം നിയന്ത്രിച്ച് ബാറ്റ്സ്മാനെ പ്രയാസപ്പെടുത്താനും കഴിവുള്ള താരമാണ്. 2 ഓവർ പന്തെറിഞ്ഞ 7 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റും സ്റ്റോണീസ് വീഴ്ത്തി. വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ശിവം ദുബെയെയാണ് സ്റ്റോണീസ് മടക്കിയത്. മികച്ച ഫോമിലായിരുന്നിട്ടും സ്റ്റോണീസിന് രാഹുൽ അവസാന ഓവർ നൽകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്തായാലും രാഹുൽ കാട്ടിയ മണ്ടത്തരമാണ് ധോണി മുതലാക്കിയത്. ധോണി എതിരെ നിൽക്കുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദം യഷ് താക്കൂറിനെ ബാധിക്കുകയും ചെയ്തു. എന്തായാലും ധോണി ആരാധകരെ ആവേശത്തിലാക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട്. IPL-ൽ 40 വയസ്സിന് ശേഷം കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറാൻ ധോണിക്കായി. കൂടാതെ 5000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡിലേക്കും ധോണി എത്തി. ഇത്തവണ 8ാം നമ്പറിലാണ് ധോണി ബാറ്റ് ചെയ്യാനെത്തിയത്. എന്നാൽ അവസാന 2 ഓവറുകളിലൂടെ തന്നെ കൃത്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട്. ഈ സീസണിൽ 20ാം ഓവറിൽ നിന്ന് മാത്രം 57 റൺസാണ് ധോണി അടിച്ചെടുത്തത്. IPL ചരിത്രത്തിൽ 20ാം ഓവറിൽ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻ ധോണിയാണെന്ന് നിസ്സംശയം പറയാം. ഈ സീസണിൽ 20ാം ഓവറിൽ 16 പന്ത് നേരിട്ട് ധോണി 6 പന്തുകൾ സിക്സർ പറത്തിയെന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ലക്നൌവിനെതിരെ ധോണിയുടെ ബാറ്റിംഗ് ഷോ ആരാധകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം വളരെയേറെ സന്തോഷത്തിലുമാണ്.